ഹലോ ഗൈസ്, എല്ലാവർക്കും ലെസ് പ്ലസ് സീരീസിൻ്റെ 22ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ഇൻട്രമൻ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമുക്കിപ്പോൾ എൻ്റെ ഒരു ഹെലൈറ്ററൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തിരിച്ചൊന്ന് മെൻഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. സോ അതൊന്നും പരിഹരിക്കാനായിട്ടാണ് നമ്മളിന്നൊരു ഇൻട്രമൻ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഹെലൈറ്റർ മാത്രമല്ല, നമ്മുടെ ഈ ഒരു ടൂൾസും ആർമറും എല്ലാം ഒന്ന് പൊട്ടറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്ന് മെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര പാടാണ്. സോ അതുകൊണ്ടാണ് നമ്മളിന്ന് ഒരു ഇൻട്രമൻ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഓഫ് ക്യാമറയിൽ ഒരു ട്യൂട്ടോറിയൽ നോക്കിയിട്ട് എനിക്കിതുണ്ടാക്കാനുള്ള റീസോഴ്സെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് തന്നെ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ലാസ്റ്റ് ഇതുണ്ടാക്കിയത് 2 വർഷം മുമ്പാണ്. അത് ഇതുപോലൊരു വേൾഡ് തന്നെയാണ്, ഇതുപോലൊരു മറ്റേ ലെസ് പ്ലേ വേൾഡ് തന്നെയാണ്. ഇത്ര ഐറ്റംസാണ് എനിക്കത് ഉണ്ടാക്കാൻ വേണ്ടത്. ഓക്കെ, പക്ഷേ ഒപ്പിയാണ്ട് കുറേ സമയം എടുത്ത് ഇപ്പോൾ നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 300ാമത്തെ ദിവസം. ഇപ്പോൾ നമ്മൾ കറക്റ്റ് 300ാമത്തെ ദിവസമാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് നമ്മളിന്ന് ഈ ഇൻട്രമൻ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ രണ്ടരപ്പൾ ഒപ്പിക്കുന്ന സമയത്ത് എനിക്കൊരു മ്യൂസിക് ഡിസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. കണ്ടിരിക്കുന്നത് ഉണ്ടോ? ഈ ഒരു ഡിസ്ക് എനിക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഗാസ്റ്റില്ല സംഭവം, അവൻ്റെ ബുള്ളറ്റ് അവൻ്റെ തന്നെ നേരെ ഒന്ന് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്ക് കിട്ടും. ഇത് റെയറാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ ഒരു വാല്യുബിൾ പിടിക്കാതെ വെച്ച്. ഓക്കെ ഓക്കെ ഞാൻ ഈ എടുത്തിട്ട് നമുക്ക് ബിൽഡ് തുടങ്ങാം. ഞാൻ ബ്ലേസ് ഡെംസിയുടെ ട്യൂട്ടോറിയൽ നോക്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഐറ്റംസ് എല്ലാം എടുത്തിട്ട് നമുക്ക് നേരെ എൻഡിയിലോട്ട് പോകാം. ഓക്കെ, എൻഡിയിൽ നമ്മൾ നേരത്തെ അങ്ങോട്ടൊക്കെയുള്ള പോർട്ടലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പം കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ടൊക്കെ പോയി വരാൻ പറ്റും. ഇതുവഴിയാണ് അങ്ങോട്ട് പോകേണ്ടത്. അല്ല, നമ്മൾ നേരത്തെ പിന്നെ എന്തിനാണ് കേസ് വഴിവെട്ട് വെച്ചത്? അതൊക്കെ ഞാൻ മറന്നു പോവാണ്. ഓക്കെ, ഇതൊന്നും ഇപ്പോഴും ഡീസ്പോൺ ആയില്ലേ? ഇന്നലെ എങ്ങാണ്ടിട്ടാണ്. ഇതൊക്കെ ഇന്നലെ കാണിച്ചാണല്ലോ നിങ്ങൾ. ഒരു സൈഡ് ഞാൻ ചുമ്മാ ഒന്ന് തുറന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ബ്ലോക്ക് വെച്ചടിക്കാം. ചുമ്മാ ഒന്ന് തുറന്നിട്ടേ ഉള്ളൂ. പിന്നെ എൻ്റെ ബ്ലോക്ക്സ് ഒപ്പിക്കുന്ന സമയം കൊണ്ട് എൻ്റെ പിക്കാക്സ് തന്നെ പകുതി മുക്കാലായി. സോ അത് നമുക്കിന്ന് മെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എൻട്രമൻ ഫാമിൽ ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, ഞാൻ വില്ലേജ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ട്രോങ് ഹോൾഡ് ഇവിടെ ഇങ്ങോട്ടെങ്ങാണ്ടായിരുന്നു. ഇവിടെ എവിടെ എങ്ങാണ്ടൊരു കുഴി ഉണ്ടായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു. അത് തന്നെ. സോ താഴെ വെള്ളം ഉണ്ടോ പേര് ചാടാം. ഓക്കെ, തിരിച്ചടച്ച് വെച്ചേക്കാം, ഇല്ലെങ്കിൽ വേറെ വല്ലതും കയറി വരും. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് നേരെ എൻഡിലോട്ട് കയറാം. ഓക്കെ, ഉണ്ടാക്കേണ്ട ഐറ്റംസുള്ള ഈ ഷാൾക്കർ ബോക്സ് ഇവിടെ വെച്ചിട്ട് എൻ്റെ ഈ ഒരു ഷീൽഡ് എടുത്ത് മാറ്റാം. ഒന്നും കാണാൻ പറ്റത്തില്ല. ഇനി ഐറ്റംസ് ഞാൻ അങ്ങനെ ഇട്ടേക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ ആർമറെല്ലാം പോകും. സോ സൂക്ഷിച്ചും കണ്ടുണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ നേരെ ഓടിപ്പോവും. കാരണം നമ്മൾ വോയിഡും മറ്റേ നമ്മുടെ ഈ ഒരു ഏരിയയുടെ ഭയങ്കര അടുത്താണ് നിൽക്കുന്നത്. സോ പിന്നെ ഇവന്മാരെ ശ്രദ്ധിക്കണം കേസ്. ഇവന്മാരൊന്നും ചുമ്മാ നോക്കി നോക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഇത് റോക്കറ്റിൻ്റെ ഉണ്ട് കേസ്. ഓക്കെ, സോ താഴെ പോയാലും തിരിച്ചേറി വരാൻ പറ്റും കേസ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ലാവ ഒഴിക്കണം. ഓക്കെ, ലാവ എടുത്തിട്ട് അല്ല കുറച്ച് ബ്ലോക്കിങ് കൊടുക്കണം. അങ്ങോട്ട് വെച്ച് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. അയ്യോ, ഓക്കെ, ഇനി ഇവിടെ നടുക്കിവിടെ ലാവ ഒഴിക്കണം. അന്നെ താഴോട്ട് പോകും. ഓക്കെ, സോ ഇത് താഴെ പോയിട്ട് സ്റ്റക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം കേസ്. കാരണം വോയിഡ് എത്തുമ്പം അതവിടെ നിൽക്കും. പിന്നെ വോയിഡിൻ്റെ താഴോട്ട് ലാവ ഒഴുകത്തില്ല. ഓക്കെ, എന്തായാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം കേസ്. ലാവ സ്റ്റക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് അങ്ങ് ഇട്ടേക്കാം. അല്ലേ വേണ്ട, ഞാൻ താഴെ പോയാലോ. ചെസ്റ്റ് പ്ലേറ്റ് ഇടെന്ന് പറഞ്ഞായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ എന്നെ ചിലപ്പോൾ വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് താഴെ മുട്ടിയെന്ന് തോന്നുന്നു. ഇനി ഇവിടെ വെള്ളം ഒഴിക്കണം. ഓക്കെ, ഇനി ആ വെള്ളം വഴി നമുക്ക് താട്ട് വേണം, പതിയെ പോകണം. ഓക്കെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ മണിക്കൂറുകൾ ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കി ഒരു ആർമർ കംപ്ലീറ്റ് ലാവ പോവും. ലാവെല്ലാം മറ്റേ ഓടി പോവും. സോ റിസ്ക്കാണ്, ഹൈ റിസ്ക്കാണ് കേസ്. ഇവിടെ
ഞാൻ ഇവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. പിന്നെ താഴോട്ട് ഇനി ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട് എനിക്ക്. ഇങ്ങനെ സൈഡിലോട്ട് കുറച്ച് ബ്ലോക്ക്. ഓക്കെ. ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടെ എല്ലാം കഴിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ കുറച്ച് ഒരു ലീവ്സ് പൊട്ടിച്ച് യെസ്. ഓ മാൻ, ഇവിടെ അല്ല കേസ് വെക്കേണ്ടത്. ഞാൻ ക്രൗച്ച് ഇതിൻ്റെ താഴെയാണ് വെക്കേണ്ടത്. ഓക്കെ. ഓ ഇപ്പം ചെറിയൊരു സമാധാനമായിട്ടുണ്ട്. എന്നെ പൊട്ടിച്ച് മാറ്റാം. നമുക്കിനി ലാഡർ വെക്കണം കേസ് മുകളിലോട്ട്. ഇനി തിരിച്ചെടുക്കാം. ഇനി താഴോട്ട് നമുക്ക് സിമ്പിളായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. താഴെ വേറെ ബ്ലോക്കൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ തന്നെ നമ്മൾ ഒരു സ്റ്റാക്ക് എടുത്ത് എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു സ്ഥലത്തുനിന്ന് 128 ബ്ലോക്ക് പോകണം ഗൈസ്. ഓക്കെ, ഫ്രണ്ടിലോട്ട് ലീവ്സ് വെക്കണം. 2 സ്റ്റാക്കാണ് 128. സോ 2 സ്റ്റാക്ക് ബ്ലോക്ക് നമ്മൾ നേരെ വെക്കണം. 2 സ്റ്റാക്ക് തന്നെ അല്ലായിരുന്നു. അതെ 2 സ്റ്റാക്ക്. സോ ഓക്കെ, ഞാൻ 128 ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒരു 3 ബ്ലോക്ക് പോകണം ക്രൗച്ച് ചെയ്തിട്ട്. ഓക്കെ, ഇങ്ങോട്ടേക്ക് 3 ബ്ലോക്ക്. സോ അങ്ങോട്ടേക്ക് ഇനി ഇങ്ങോട്ടേക്ക് ഒരു 7 ബ്ലോക്ക് പോകണം. ടച്ച്. ഓക്കെ, ഇനി ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് അകത്ത് മൊത്തം ബ്ലോക്ക് ഫില്ല് ചെയ്യണം. അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്കായിരുന്നു മണ്ണാരം മറന്നു. ഓക്കെ, ഇവിടുന്ന് 3 ബ്ലോക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഹോപ്പറും ചെസ്റ്റും വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇനി എന്തുവായിരുന്നു ചെയ്യേണ്ടത്? ഇനി മറ്റേ കാർപ്പറ്റ്. ഓക്കെ, ഇനി നമ്മളൊരു യു ഷേപ്പ് പോലെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യണം. കൈ കൊണ്ട് പൊട്ടിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സ്ലാബ്സ് വെക്കണം. സോ സ്ലാബ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് വെട്ടിക്കൊല്ലാനാണ്. ഓക്കെ, കയറാനായിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ 2 ബ്ലോക്ക് ഇടവിട്ട് ഒരു ലീൻസ് വയ്ക്കാം. ഇവിടെ ഒരു ചെറിയൊരു റിങ് ഉണ്ടാക്കുക. ഞാൻ വെച്ച ടെമ്പററി ബ്ലോക്ക്സ് പൊട്ടിച്ച് കളയാം. ഓക്കെ, നമ്മുടെ ഒരു വൈ ലെവൽ കണ്ടില്ലേ 3 കാണിക്കുന്നത്, 3 മാറി 42 വരെ. അവിടെ 42 കാണിക്കുന്നവരെ നമ്മളിതുപോലെ ഒരു റിങ് ഉണ്ടാക്കിക്കൊണ്ട് പോകണം. 2 ടെമ്പററി ബ്ലോക്ക്സ് വെക്കണം. സോ അതിൻ്റെ മുകളിൽ റിങ് ഉണ്ടാക്കണം. അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോകണം. സോ അത്രയൊന്നും ചെയ്തിട്ട് വേണ്ട ഒരു ടൈം ലാപ്സ് കാണിക്കാം. സോ ചെറിയൊരു ടൈം ലാപ്സ് നമ്മൾ കണ്ടോ.
ഓക്കെ, അത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ മറ്റേ ലീവ്സ് വെക്കാൻ വേണ്ടി വെച്ചാൽ മറ്റേ ടെമ്പററി ബ്ലോക്സ് ഞാൻ തിരിച്ച് പഠിച്ചെടുത്തു. അതുകൊണ്ടെങ്കിൽ നമുക്ക് ഈ ഫാം കംപ്ലീറ്റ് ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത്ര സെറ്റ് ചെയ്താൽ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ട്രാപ്പ് ഡോർ എടുക്കണം. ഓക്കെ, അതിങ്ങനെ വെക്കണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഓരോ സൈഡിൽ നിന്നും 8 ബ്ലോക്ക് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതുപോലെ. ഇനി അടുത്ത് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടുന്ന് ഇനി ഇവിടെ എല്ലാം ഒന്ന് കണക്ട് ചെയ്തിട്ട് അതിനകത്ത് മൊത്തം ബ്ലോക്ക് ഫില്ല് ചെയ്യണം. അതിൻ്റെ ഒരു ചെറിയൊരു ടൈം ലാപ്സ് നമുക്ക് കണ്ടിട്ടോ. ഓക്കെ, അത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എൻ്റർമാൻ സ്പോൺ ആവേണ്ടതാണ്. ഞാൻ കുറച്ചൊന്ന് പറഞ്ഞ് നോക്കിയാൽ നോക്കാം. സ്പോൺ ആയില്ലെങ്കിൽ ശരിയാവത്തില്ല കേസ്. ഓക്കെ, സ്പോൺ ആവുമായിരിക്കും കേസ്. ഓക്കെ, ഫാം താഴെ നിൽക്കുമ്പോൾ സ്പോൺ ആയിരിക്കും. ഇനി ഇത് അടച്ചേക്കാം. ഓക്കെ, ഇനി എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഞാൻ ഒന്ന് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു മുകളിലോട്ട് ഇവിടെ അടച്ചേക്കാം. ഈ ഒരു ആൻബാറിൻ്റെ മുകളിൽ നമുക്ക് എൻ്റർമാറ്റിനെ സ്പോൺ ചെയ്ത് ഇടണം. ഓക്കെ, സോ എൻ്റർമൈറ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു ബ്ലോക്ക് ഒന്ന് അറിയാണ്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു റെയിൽ വെക്കണം. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ എൻ്റർപ്പർ എടുത്തിട്ട് ഒരു റെയിൽ വെക്കണം. ഓക്കെ, റെയിൽ വെച്ചു. ഇനി ഇവിടെ ഒരു മൈൻകാട്ട് വെക്കണ്ട. അതിന് മുമ്പ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു എൻ്റർമൈറ്റിനെ സ്പോൺ ചെയ്യണം. വന്നു അവൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, പേര് കൊടുത്തിട്ടുണ്ട്. അവൻ പുറത്ത് ചാടാൻ പാടില്ല. ഓക്കെ, സോ എൻ്റെ ഹെൽത്ത് ഒന്ന് കയറ്റിയിട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, അവൻ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പേര് ലൂക്ക എന്നാണ്. ഇനി ഞാനിപ്പോൾ തന്നെ ഈ ടെമ്പററി ബ്ലോക്സ് ഒന്ന് മാറ്റിയേക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് കയറിയിട്ട് എൻ്റെ റോക്കറ്റ് വെഡിങ് എടുത്തിട്ട് എൻ്റെ റോക്കറ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, റെക്കോർഡിങ് തന്നെയല്ലേ, ഇതൊന്നും റെക്കോർഡ് ചെയ്തില്ലേ പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ എന്തായാലും പറന്ന് കയറുന്നില്ല. ചിലപ്പോൾ അവൻ ഡീസ്പോൺ ആയെങ്കിലോ. അല്ലല്ല, പേര് കൊടുത്തില്ല, അപ്പോൾ കുഴപ്പമില്ല. ഇവൻ ഇതിൻ്റെ മുകളിൽ കയറി ഇവിടെ ഇവന് ഈ പൊട്ടൻ. ഞാൻ ഒന്ന് മുകളിലോട്ട് ഇനി ഇവിടെ മറ്റേ ഇവനെ അകത്ത് കയറാം. അകത്ത് അവൻ എന്നെ അടിക്കാൻ വന്നേക്കുന്നത്. അവനൊന്ന് ഡീസ്പോൺ ആവട്ടെ. അതിലെവിടെ കാണാനും മേല. ഓക്കെ, അവൻ അതിനകത്ത് കയറിയെന്ന് വിശ്വസിച്ചു. ഓക്കെ, ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഓക്കെ, അവനെ അടി വാങ്ങിക്കാതെ അവനെ ഇതിനകത്ത് കൊണ്ട് ഇരുത്തണം. ഓക്കെ, ഇനി അവൻ ഇരിക്കുന്ന ആ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചാളണം. ഓക്കെ, ഇനി അവൻ അവിടെ തന്നെ ചുറ്റും ഞാൻ വെച്ച എല്ലാ ബ്ലോക്കൊന്നും പൊട്ടിച്ച് മാറണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫാമിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി താഴെ മറ്റേ നമ്മുടെ എൻ്റർമാൻ
മഴ പോലെ വന്ന് വീണോണം. ഓക്കെ, അതിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കാനില്ല. ചാടിയും ചാകത്തൊന്നുമില്ല. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മറ്റേ ഇൻ്റർവെല്ലൊക്കെ വന്നു തുടങ്ങും. എൻ്റെ സോഡ് എങ്ങനെ വെച്ചേക്കാം. ഓക്കെ, ഇനി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്, അങ്ങനെ വന്നു തുടങ്ങി. എക്സ് പി വരുന്നു. അങ്ങനെ എൻ്റെ ഒരു S+ സീരീസിൽ ഞാൻ ഒരു കിടിലൻ എൻഡർമാൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി XPയുടെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല ഗൈസ്. ഇനി നമുക്ക് എന്ത് പൊട്ടാറായാലും വന്നങ്ങ് മെൻറ്റ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ലെവലും കയറും, പിന്നെ മെൻറ്റിങ് നടക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാം.